പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, പുനരുദ്ധാനം ഇന്ന് ഓരോ മനുഷ്യനും അവന്റെ ഓരോ മേഖലയിലും ആവശ്യമാണ്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ 3 അവസ്ഥകളിൽ നിന്നും ദൈവവചനത്തിനെതിരായി മനുഷ്യരിൽ വന്നു ഭവിച്ച തിന്മയിൽ നിന്നും ഒരു പുനരുദ്ധാനം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളറിയുന്ന ദൈവം, അവന്റെ ഹൃദയ വികാര വിചാരങ്ങൾ പോലും വിവേചിച്ചറിയുന്ന ദൈവം, നാം എത്രമാത്രം പാപത്തിന്റെ അടിമത്തത്തിലാണെന്നും ദൈവത്തിൽ നിന്നും എത്രമാത്രം അകലെയാണെന്നും തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ മനുഷ്യനും ദൈവവുമായി ഐക്യപ്പെടുകയും നിത്യജീവനിലുള്ള വിശ്വാസത്താൽ തന്റെ ജീവിതം ഒരു ബലിയായി ദൈവത്തിന് സമർപ്പിക്കുകയും വേണം. സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു: ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, നിരന്തരമായ അനുതാപത്താൽ ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആത്മാവിൽ ഒരു പുനരുദ്ധാനം കർത്താവായ യേശു നൽകുന്നു. പാപം നിമിത്തം ഒരുവൻ ആത്മാവിൽ മരണമടഞ്ഞുവെങ്കിൽ അനുതാപത്താൽ ഒരു ഉദ്ധാനം അവന്റെ ജീവിതത്തിൽ സാധ്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പാപം നിമിത്തം തന്നിൽ നിന്നും അകന്നുപോയ തന്റെ ഇളയ മകൻ അനുതാപ വിവശനായി തന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവനെ ആശ്ലേഷിച്ച് ചുംബിച്ചുകൊണ്ട് ആ പിതാവ് ദാസരോട് പറഞ്ഞു: എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇവിടെ ആ പിതാവ് വിളിച്ചു പറഞ്ഞത് തന്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, പാപം നിമിത്തം ദൈവപിതാവിൽ നിന്നും അകന്നു കഴിയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആത്മാവ് മരിച്ചതിന് തുല്യമാണ്. എന്നാൽ അനുതപിച്ച് തിരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ അവന് തന്റെ ആത്മാവിന്റെ പുനരുദ്ധാനം സ്വന്തമാക്കുവാൻ കഴിയും. വെളിപ്പാടിന്റെ പുസ്തകം വെളിപ്പെടുത്തുന്നു: നീ ഏതവസ്ഥയിലാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഒരിക്കലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ നാം ഇടയാക്കരുത്. തിന്മകൾ ചെയ്യുന്നത് നിമിത്തമോ നിരാശയിലൂടെയോ ദൈവഹിതത്തിനെതിരായ പ്രവൃത്തികളിലൂടെയോ വാക്കുകളിലൂടെയോ നാം നമ്മുടെ ആത്മാവിനെ ഹനിക്കരുത്. നാം ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും ആ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് നമ്മുടെ പ്രതികൂല അവസ്ഥകളെ അനുകൂല അവസ്ഥകളാക്കി മാറ്റും. അവിടുന്ന് നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് നാം താഴാതെ തന്റെ കരത്താൽ നമ്മെ ഉയർത്തും. നാം ഒന്നു മാത്രം ചെയ്താൽ മതി. ബാരൂക്കിന്റെ പുസ്തകം വിളിച്ചു പറയുന്നു: ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടണം. കാരണം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു: എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇന്ന് പാപനിമിത്തം മൃതപ്പെട്ട നമ്മുടെ ആത്മാവിൽ ഒരു പുനരുദ്ധാനം നൽകുവാൻ പരിശുദ്ധാത്മാവ് കൂടിയേ തീരുകയുള്ളൂ. നമുക്ക് പറയാം: പാപത്തെ മാറ്റി പുതിയൊരു ആത്മീയ ശക്തിയിൽ ഉണരുവാൻ ഈ നിമിഷം പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എന്നിൽ നിറയണമേ. പുതിയൊരു ജനനം നൽകും ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, ഓ ഹല്ലേലൂയ. പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. നമുക്ക് പറയാം: പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.
ജോർദാൻ നദിയിൽ പ്രാവിന്റെ രൂപത്തിൽ ആഗതനായ പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നിലും കടന്നു വരണമേ. എന്റെ ആത്മാവിന്റെ മാലിന്യങ്ങൾ അകറ്റി എന്റെ ആത്മീയ അന്ധതയെല്ലാം നീക്കി കർത്താവിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കാൻ എനിക്ക് കൃപ നൽകണമേ. ധൂർത്തപുത്രനെ സ്വീകരിച്ച പിതാവിനെ പോലെ കർത്താവ് എന്നെയും സ്വീകരിക്കുവാൻ തക്കവിധം എന്നെ യോഗ്യനാക്കി തീർക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ പുനരുദ്ധരിക്കണമേ. നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ ഓ ഹല്ലേലൂയ. വരദാനങ്ങളുമായി ആഗതനാകണമേ. ഓ പരിശുദ്ധാത്മാവേ, നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങൾ അകറ്റി എന്റെ അന്ധതയെല്ലാം നീക്കി ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ എനിക്ക് കൃപ ചൊരിയണമേ. കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങൾ അകറ്റി ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണം. നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. എന്റെ നീർന്ന പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. എന്റെ വേദനകളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. എന്റെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. എന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് കടന്നു വരണമേ. സിഹിയോൻ ശാലയിൽ അഗ്നി നാവുകളായി കടന്നു വന്ന പരിശുദ്ധാത്മാവേ, ഈ ലോകത്ത് മുന്നേറുവാനുള്ള ശക്തി ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെയും ധീരതയോടെ നേരിടുവാൻ അങ്ങയുടെ അഗ്നിയുടെ പെരുമഴ എന്നിലും ചൊരിയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എന്നിൽ നിറയണമേ. എന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങ് നിറയണമേ. എന്റെ ജീവിത പങ്കാളിയിൽ പരിശുദ്ധാത്മാവേ അങ്ങ് നിറയണമേ. എന്റെ മക്കളിൽ പരിശുദ്ധാത്മാവേ അങ്ങ് നിറയണമേ. സഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയുന്ന ഈ ഭൂമിയിൽ ധീരതയോടെ എനിക്ക് ജീവിക്കുവാൻ അഗ്നിയുടെ ആ സ്നാനം ഈശോയെ എനിക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്റെ മാതാപിതാക്കളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്റെ സഹോദരങ്ങളിൽ ഈ നിമിഷം നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ജോലി മേഖലയിൽ ഈ നിമിഷം നിറയണമേ. എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയണമേ. ഞങ്ങളുടെ സകല മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറയണമേ. ഇന്ന് ദൈവം തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലകളെയും വിശദീകരിക്കട്ടെ എന്നും അനുഗ്രഹിക്കട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.